ഏതൊരു വ്യക്തിക്കും സ്വയം വളരാൻ വളരെ നിർബന്ധമായ ഒന്നാണ് സമ്പാദ്യശീലം. കുട്ടികളായാലും മുതിർന്നവരായാലും പറ്റുന്ന രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കി തുടങ്ങേണ്ടത് ഗൗരവകരമായ കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? ആദ്യമായി ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ വരുമാനവും ചിലവുകളും കടങ്ങളും എല്ലാം ഒന്ന് വിലയിരുത്തുക. ഒരു ബജറ്റ് ഉണ്ടാക്കി അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് എത്ര പണം സേവിങ്സിനായി മാറ്റിവെക്കാൻ കഴിയുമെന്നത് നോക്കുക. അത് ചെറിയൊരു എമൗണ്ട് ആയാൽ പോലും നിർബന്ധമായി സേവിങ്സിനായി മാറ്റിവെക്കുക. അടുത്തതായി ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ 6 മാസത്തെ വരുമാനമെങ്കിലും ഇതിനുവേണ്ടി കരുതി വെക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അടുത്തതായി ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇന്നത്തെ കാലത്ത് പല രീതിയിലും ഫ്രീലാൻസ് ജോലികൾ, ഓൺലൈൻ ജോബ്സ്, സോഷ്യൽ മീഡിയ പോലുള്ള മാർഗങ്ങളിൽ നിന്നും വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി സ്വന്തം സ്കിൽസ് വർദ്ധിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും അത് ഒരു പ്രൊഫഷൻ ആക്കുന്നതിലൂടെയും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവസാനമായി ഏതൊരാളും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുക. അതിലെ റിസ്കുകൾ മനസ്സിലാക്കി മാത്രം വേണം അതിലേക്ക് കടക്കാൻ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ എമൗണ്ട് മാത്രം വെച്ച് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ 3ാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ആദ്യത്തെ 2 റെസൊല്യൂഷൻസ് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ചർച്ച ചെയ്തിരുന്നു. ബാക്കി അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാം.